CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെല്ലായിൽ CPM മുൻ പാർട്ടി അംഗങ്ങൾ പാർട്ടി വിട്ടു. മുൻ ഏരിയ കമ്മിറ്റി അംഗം വിജയൻ ചന്ദ്രതൊടി ഉൾപ്പെടെ 3 പേരാണ് പാർട്ടി ബന്ധം അവസാനിപ്പിക്കുന്നതായി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ഇവർ പറയുന്നു. പാലക്കാട് ജില്ലാ കലോത്സവത്തിന്റെ 2ാം ദിനം വേദികളെ ഇളക്കിമറിച്ച് നൃത്ത ഇനങ്ങളും ഗോത്രകലകളും വട്ടപ്പാട്ട് മത്സരവും നിറഞ്ഞ വേദിയിൽ നടന്നു. കച്ചനാട്ടുകര പഞ്ചായത്തിലെ 7ാം വാർഡായ കുണ്ടൂർക്കുന്ന് വാർഡിൽ നിന്നും 6ാം തവണയും ജനവിധി തേടാൻ ഒരുങ്ങി LDF സ്ഥാനാർത്ഥി AK വിനോദ്. ഇത്തവണയും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. പ്രദേശത്തെ ജനങ്ങളുടെ നിർബന്ധമാണ് പതിവായി മത്സരരംഗത്തേക്ക് വരാൻ കാരണമെന്ന് AK വിനോദ് പറയുന്നു. 64ാമത് പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് VSS ഗുരുകുലം. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ സംഘനൃത്തത്തിൽ 1ാം സ്ഥാനം നേടിയാണ് ഗുരുകുലം സ്കൂൾ ആധിപത്യം ഉറപ്പിച്ചത്. പാലക്കാട് ജില്ലാ കലോത്സവത്തിന്റെ 2ാം ദിനം വേദികളെ ഇളക്കിമറിച്ച് നൃത്ത ഇനങ്ങളും ഗോത്രകലകളും വട്ടപ്പാട്ട് മത്സരവും നിറഞ്ഞ വേദിയിൽ നടന്നു. താളലയ വിസ്മയങ്ങൾ കൊണ്ട് ആസ്വാദക മനം കവരുകയും മത്സര നിലവാരത്താൽ സമ്പന്നമാവുകയും ചെയ്ത 2ാം ദിനമാണ് ജില്ലാ കലോത്സവ നഗരിയിൽ കടന്നുപോയത്. തിരുവാതിരയും ഗോത്രകലകളും നാടകവും പ്രേക്ഷക സമ്പന്നമായിരുന്നു. കലോത്സവ വേദികൾ ഒരുങ്ങിയ സ്കൂളുകളിലെല്ലാം സന്ദർശക തിരക്ക് അനുഭവപ്പെട്ടു. വട്ടപ്പാട്ട് മത്സരവും നിറഞ്ഞ വേദിയിൽ നടന്നു. താനോ താന തന്തിഞ്ഞോ താന തന്തിഞ്ഞോ തന തന താന തന്തിഞ്ഞോ കേരള നടനം, ഭരതനാട്യം, സംസ്കൃത നാടകം, അറബിക് പദ്യം, അറബിക് കഥാരചന, ശാസ്ത്രീയ സംഗീതം, ഹിന്ദി പ്രസംഗം, ചെണ്ട, തായമ്പക എന്നീ മത്സരങ്ങളും 2ാം ദിനം നടന്നു. ചെയ്യുവതെന്താണ് ഹേതു
CCN പാലക്കാട്. 64ാമത് പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് BSS ഗുരുകുലം. UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ സംഘനൃത്തത്തിൽ 1ാം സ്ഥാനം നേടിയാണ് ഗുരുകുലം സ്കൂൾ ആധിപത്യം ഉറപ്പിച്ചത്. കലോത്സവത്തിലെ ജനപ്രിയ ഐറ്റമായ സംഘനൃത്തത്തിൽ UP വിഭാഗത്തിൽ BSS ഗുരുകുലം 1ാം സ്ഥാനം കരസ്ഥമാക്കി. മികച്ച പ്രകടനമാണ് മത്സരാർത്ഥികൾ കാഴ്ചവെച്ചത്. UP വിഭാഗത്തിന് പുറമെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും 1ാം സ്ഥാനം BSS ഗുരുകുലം സ്കൂളിനാണ്. ഒന്നാം സ്ഥാനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിദ്യാർത്ഥികളുടെ കഠിനമായ പരിശീലനത്തിന്റെ ഫലമായാണ് ഈ വിജയം കൈവരിച്ചതെന്നും അധ്യാപകർ അഭിപ്രായപ്പെട്ടു. ഇത്രയും കാലം സാറ്റർഡേ സൺഡേ ഒന്നും ഇല്ലാതെ പാരൻസിന്റെ സപ്പോർട്ടും ടീച്ചേഴ്സിന്റെയും സ്കൂളിലെയും നമ്മുടെ സാറിന്റെയും പ്രിൻസിപ്പൽ സാറിൻ്റെയും ഒക്കെ സപ്പോർട്ടും ഉണ്ട്. കുട്ടികൾ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത് ഒരു ഷെയറിങ്ങും ഇല്ലാതെ അവരുടെ ഒരു എഫേർട്ട്, അവർ ഫസ്റ്റ് പൊസിഷനായിരുന്നില്ല നമ്മുടെ എയിം. നന്നായിട്ട് കളിക്കുക, അല്ലെങ്കിൽ ഓഡിയൻസിന് ആ ഒരു വിഷ്വൽ ട്രീറ്റ് നമ്മുടെ ഗുരുകുലം ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കുക, ഇവിടെ വരുന്ന ഓരോ കാണികൾക്കും ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് നമ്മുടെ മക്കൾ ചെയ്തു. അപ്പോൾ റിസൾട്ട് ഓൺ ദ വേ ആയിട്ട് വന്നു. സോ വി ആർ വെരി ഹാപ്പി. തീം എടുത്തതിന് തന്നെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലേക്ക് എത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ എന്ത് സിറ്റുവേഷൻ വന്നാലും അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു തീമാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ഷെയറിംഗ് ഇല്ലാതെ കിട്ടുക. കഴിഞ്ഞ 4 വർഷവും ഞങ്ങൾ ഷെയറിങ്ങോട് കൂടിയാണിത്. പക്ഷേ ഷെയറിംഗ് ഇല്ലാതെ കിട്ടുക എന്നുള്ളത് ഞങ്ങളെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചു. ഇനി ഈ വർഷം ഇവിടെ UPയുടെ ലാസ്റ്റ്, ഇനി അവർ ഹൈസ്കൂളിലേക്കാണ് അടുത്ത വർഷം. കഴിഞ്ഞ 3 വർഷമായിട്ട് കളിക്കുന്ന കുട്ടികളാണ് ഇത്. സോ അവിടെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. സന്തോഷം. വിദ്യാലയത്തിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും മികച്ച പിന്തുണ ലഭിച്ചതായി മത്സരാർത്ഥികളും പറഞ്ഞു. ഞങ്ങൾ ഇത്രയും കാലം ഓഗസ്റ്റ് ജൂൺ തൊട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിനുള്ളൊരു നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കുകയാണ്. സംസ്ഥാന തലത്തിലും വിജയം കൈവരിക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് മത്സരാർത്ഥികൾ പരിശീലനം തുടരുന്നത്. CCN പാലക്കാട്. നെല്ലായിൽ CPM മുൻ പാർട്ടി അംഗങ്ങൾ പാർട്ടി വിട്ടു. മുൻ ഏരിയ കമ്മിറ്റി അംഗം വിജയൻ ചന്ദ്രത്തോടി ഉൾപ്പെടെ 3 പേരാണ് പാർട്ടി ബന്ധം അവസാനിപ്പിക്കുന്നതായി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ഇവർ പറയുന്നു. CPIM ചെർപ്പുളശ്ശേരി മുൻ ഏരിയ കമ്മിറ്റി അംഗം വിജയൻ ചന്ദ്രത്തോടി, ഒട്ടച്ചിറ ബ്രാഞ്ച് കമ്മിറ്റി അംഗം CP ബഷീർ, പ്രവാസി സംഘം ഏരിയ കമ്മിറ്റി അംഗം ഹനീഫ ചരൽ എന്നിവരാണ് പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച് പാർട്ടി ബന്ധം അവസാനിക്കുന്നതായി പ്രഖ്യാപിച്ചത്. നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ പണിയെടുക്കുന്നത് ആ പ്രദേശത്തെ ജനങ്ങളുടെ വികസനത്തിനും അവരുടെ ദൈനംദിന കാര്യങ്ങളിലും ഇടപെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തി ആ ഭാഗത്ത് യാതൊരു വികസനവും നടത്താതെ പിന്നെ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സമീപന രീതി നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഈ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മളെന്തോ ഒരു വലിയ പാതകം ചെയ്തതായിട്ടാണ് നേതൃത്വം ഈ കാണുന്നത്. അങ്ങനെ നമ്മളെ അകറ്റി നിർത്തുന്നതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ
ഇനിയും നമുക്ക് ജനങ്ങളെ സേവിക്കുന്നതിനുള്ള ഒരു സഹായവും അതുപോലെ തന്നെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ എനിക്ക് കഴിയാതെ വരും എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് സ്വമേധയാ രാജിവെച്ചതായിട്ട് അത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പ്രസ്സിൽ വന്നിട്ട് ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ മറ്റൊന്നും ഈ വിഷയത്തിൽ കാണുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. 2020 സമ്മേളനത്തിൽ മത്സരിച്ചതിന്റെ പേരിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും മാറ്റി നിർത്താനുമാണ് ചിലർ ശ്രമിക്കുന്നത്. നെല്ലായിലെ CPM-ൽ ചില വ്യക്തികളുടെ തീരുമാനമാണ് നടപ്പാക്കുന്നത്. ഇതാണ് പാർട്ടി വിടാൻ കാരണമെന്നും അല്ലാതെ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നതിനും സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചുമല്ലെന്നും വിജയൻ ചന്ദ്രത്തോടി പറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളൊരു മുന്നണിയിൽ ചേർന്ന് പ്രവർത്തിക്കാനോ ഒരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാനോ തയ്യാറില്ല. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് തന്നെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് രാഷ്ട്രീയത്തിൽ വന്നിട്ടല്ല. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും. പിന്നീടാണ് നമുക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് ഗ്രൗണ്ട് ഉണ്ട്. അതിന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നേ പറ്റൂ എന്നുള്ളത് ഇല്ല. രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലെങ്കിലും നമുക്ക് ജനങ്ങളുടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ നമ്മൾ സ്വതന്ത്രമായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളൊരു മുന്നണിക്ക് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്, നിങ്ങളുടെ മനസ്സിലിപ്പോൾ അതായിരിക്കും. നമ്മളിപ്പോൾ എന്തിനാ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഒരു മുന്നണിക്ക് അനുകൂലമായ ഒരു പ്രവർത്തനമൊന്നും നമ്മുടെ ഭാഗത്തില്ല. നമ്മൾ സ്വതന്ത്രമായി നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാർട്ടി ബ്രാഞ്ചിന് ഒരു അധികാരവും ഇല്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ. അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടിയിൽ നഷ്ടപ്പെട്ടു. വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അവഗണന സഹിച്ച് പാർട്ടിയിൽ തുടരാനാകില്ല. ഇതും പാർട്ടി വിടാൻ കാരണമാണെന്ന് CP ബഷീർ പറഞ്ഞു. നയങ്ങളായാലും ബ്രാഞ്ചിൽ നടക്കുന്ന പരിപാടികളായാലും ഒക്കെ തന്നെ പാർട്ടി ബ്രാഞ്ചിന് ഒരു അധികാരവുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നത്. ഈ പാർട്ടിയോടൊപ്പം ഞാൻ സഞ്ചരിച്ചത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുണ്ട്. 3 ടൈമിൽ ഞാൻ ലോക്കൽ കമ്മിറ്റി മെമ്പറായിക്കൊണ്ട് ലോക്കൽ കമ്മിറ്റി സെൻറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. DYFIയുടെ മേഖലാ പ്രസിഡന്റ്, മേഖലാ സെക്രട്ടറി, ബ്ലോക്ക് കമ്മിറ്റി അംഗം, ബ്ലോക്ക് ട്രഷറർ എന്ന രൂപത്തിലും ഈ സംഘടനയ്ക്കൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ളതാണ്. പക്ഷേ അന്നൊക്കെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് കേൾക്കാനും അതിന് മറുപടി തരാനും മേൽഘടകങ്ങളിലുള്ളവർ തയ്യാറായിരുന്നു. പക്ഷേ അത്തരമൊരു പ്രവണത ഇന്ന് ഈ പാർട്ടിക്കകത്ത് ഇല്ല എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നവരെ, വിമർശിക്കുന്നവരെ, അല്ലെങ്കിൽ അപാകത കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുന്നവരെയെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്ന, അവഗണിക്കുന്ന സമീപനമാണ് അടുത്ത കാലത്തായി ഈ പാർട്ടിയിൽ ഉള്ളത്. അവഗണനയുടെ അവസാനം അവഗണന സഹിച്ചുകൊണ്ടും ഇതിൽ നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാരണവശാലും ഈ പാർട്ടിയിൽ നിർത്തില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രവർത്തനവുമായി LC സഖാക്കൾ മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് രാജി കൊടുത്തത്. നെല്ലായ പഞ്ചായത്തിൽ കോടിക്കണക്കിന് രൂപ ഭരണസമിതി ചിലവഴിക്കാതെ പാഴാക്കിയതായും പഞ്ചായത്തിൽ അഴിമതിയും വികസന മുരടിപ്പുമാണ് ഉണ്ടായതെന്നും ഇവർ ആരോപിച്ചു. നമ്മളെയൊക്കെ എത്രത്തോളം അടിച്ചമർത്താൻ പറ്റും അത്രത്തോളം അടിച്ചമർത്തി ഒന്നിനും പറ്റാത്ത രൂപത്തിലാക്കി തീർക്കുക എന്നുള്ളത് ആ ഒരു ഇതിലാണ്. ഇതുവരെ ഞാൻ ഒരു 4-5 കൊല്ലമായിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് 4-5 കൊല്ലമായിട്ട് ഇവിടെ പാർട്ടിയുടെ കൂടെ തന്നെ ആയിരുന്നു. എല്ലാ കാര്യത്തിനും മീറ്റിങ്ങുകളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് നടക്കും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടാൻ പാടില്ല. നമ്മൾ ചോദ്യം ചെയ്താൽ അതിലൊക്കെ എതിർപ്പായിട്ട് വരും. പിന്നെ ഒരൊറ്റ വ്യക്തിയാണ് എല്ലാം പാർട്ടി. അതിൻ്റെ ഒരു നിലയ്ക്കാണ് നമ്മൾ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവായി UDFൻ്റെ ഒപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. CCN ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 7ാം വാർഡായ കുണ്ടൂർക്കുന്ന് വാർഡിൽ നിന്നും 6ാം തവണയും ജനവിധി തേടാനൊരുങ്ങി LDF സ്ഥാനാർത്ഥി AK വിനോദ്. ഇത്തവണയും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. പ്രദേശത്തെ ജനങ്ങളുടെ നിർബന്ധമാണ് പതിവായി മത്സരരംഗത്തേക്ക് വരാൻ കാരണമെന്ന് AK വിനോദ് പറയുന്നു. എങ്കിലും നമ്മൾ ദിവസേന എന്ന് പറഞ്ഞമായി കാണലുണ്ടെങ്കിലും ഒരു വോട്ട് ചോദിക്കുക, അഭ്യർത്ഥിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയാണ്. അതിന് ഞങ്ങൾ വേണ്ടിയിട്ട് ആണ് വരുന്നത്. അപ്പോൾ വോട്ട് ചെയ്തിട്ട് ജയിപ്പിക്കണം. ആദ്യത്തേത് ഇതാണ്, വാർഡിലേക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം.
ഇതുവരെയുള്ള ഓരോ തിരഞ്ഞെടുപ്പും ആവേശത്തോടെയാണ് ഉൾക്കൊണ്ടിരുന്നത്. ജനങ്ങളുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് ഓരോ തവണയും മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ തന്നെ നിർബന്ധിതനാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തവണയും തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് വീണ്ടും കുണ്ടൂർക്കുന്ന് വാർഡിലേക്ക് മത്സരിക്കുന്നത്. 2000-ൽ കുണ്ടൂർക്കുന്ന് വാർഡിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം. ആദ്യ തവണ പരാജയപ്പെട്ടെങ്കിലും തുടർന്നു വന്ന 2005-ലെ തിരഞ്ഞെടുപ്പിൽ 560 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ AK വിനോദ് വിജയിച്ചു. പിന്നീട് 2010-ൽ കുറുമാലിക്കാവ് വാർഡിൽ നിന്നും 240 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 2015-ൽ വീണ്ടും കുണ്ടൂർക്കുന്ന് വാർഡിൽ നിന്നും 540 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മിന്നും വിജയം നേടി. 2020-ൽ കുറുമാലിക്കാവ് വാർഡിൽ നിന്നും 180 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പലരും നിർബന്ധിച്ചിട്ടാണ്. പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നവൻ അതായത് ഒരു ഘടകമുണ്ട്, ഞങ്ങളുടെ ബ്രാഞ്ചുണ്ട്. ആ ബ്രാഞ്ച് കൂടി തീരുമാനിച്ചിട്ടാണ് ഒരാളെ വെക്കുക. അല്ലാതെ മുകളിൽ നിന്ന് ഒരാളെ ഇന്ന ആളെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിടില്ല. ബ്രാഞ്ച് ഇവിടുന്ന് എഴുതി കൊടുക്കും ഇന്ന ആളെ തീരുമാനിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരിക. ചില പാർട്ടികൾ അങ്ങനെയല്ല, മുകളിൽ നിന്ന് വരും ഇന്ന ആൾ ഈ ആയിക്കോ ഇത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് ഇത്രയും കാലം വന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു റിട്ടയർമെൻറ്റിലേക്കാണ് പോകുന്നത്. ഇത്രയും കൂടുതലൊക്കെ ആകുമ്പോൾ തന്നെ എന്തായാലും ആളുകളും പറയാൻ തുടങ്ങി, ഇയാൾക്കൊരു പണിയില്ലേ, 6 കൊല്ലമായില്ലേ 5 കൊല്ലമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പലരും 3 കൊല്ലമായവരും 4 കൊല്ലമായവരും എനിക്കും ഇല്ലെങ്കിൽ എൻ്റെ ആൾക്കും എന്ന് പറഞ്ഞ മാതിരിയാണ് പലരും. ഒരു കുടുംബത്തിൻ്റെ വാഴ്ച മാതിരി പല സ്ഥലത്തും കാണും, കുടുംബവാഴ്ച എന്നൊക്കെ പറഞ്ഞ മാതിരി. അങ്ങനെയൊന്നുമില്ല. ആരും ഇതിന് ഇപ്പോൾ സഹകരണം കമ്മിയാണ്. ഞങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ അവർക്ക് ഇത്രയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 റുപ്യാണ് വീട്ടിലെത്തുന്നത്. അത് ഇന്ത്യയിലുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എൻ്റെ അറിവിൽ ആദ്യമാണ്. പിന്നെ ഇപ്പോൾ ചുരുങ്ങിയത് എൻ്റെ വാർഡിൽ തന്നെ ഇനി 10-15 BPL കാർഡ് കിട്ടേണ്ട ആളുകളിൽ, ബാക്കിയെല്ലാം BPL ആയി. അത് വെച്ചാൽ അവർക്ക് 1 ഏക്കറിലധികം സ്ഥലമുണ്ട്, ജോലിക്കാരുണ്ട്, അവർക്കൊന്നും കിട്ടില്ല. എങ്കിൽ ഒരുപാട് BPL കാർഡും യെല്ലോ കാർഡും അതുമായി ലൈഫ് വീടുകൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൽ ഈ പഞ്ചായത്തിൽ ഇതിന് മുമ്പ് വന്നു EMS ഭവന പദ്ധതി. അന്ന് 300 വീടുകൾ കൊടുത്തു. അന്ന് ലോണ് വാങ്ങിയെടുത്തിട്ടാണ് കൊടുത്തത്. ഇപ്പോൾ ഈ ലൈഫിൻ്റെ തന്നെ 5 കോടി ലോൺ എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ അതിന് തയ്യാറാവാത്തതുകൊണ്ട് ഇട്ട് വീണു. ഇപ്പോൾ പലരും തറപ്പണി ചുമരുപണി അങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോകണം അത് വീണ്ടും പുനർജീവിപ്പിച്ച് കൊണ്ടുവരാൻ. ആളുകൾക്ക് നല്ല വിഷമം ഉണ്ടായത് ഇപ്പോഴും പകുതിയിൽ കിടക്കുകയാണ്. 15 വർഷം CPM തച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റി അംഗമായും കുണ്ടൂർക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയായി 12 വർഷവും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയായും DYFI വില്ലേജ് 1 കമ്മിറ്റി സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. CCN ചത്തല്ലൂർ. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം. സ്വന്തം വൈകല്യങ്ങളെ അവഗണിച്ച് ജനവിധി തേടുകയാണ് മണ്ണാർക്കാട് ബ്ലോക്ക് തിരുവിഴാംകുന്ന് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി അസീസ് ഭീമനാട്. മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ ഡിവിഷനിലെ ഓരോ വീടുകളിലും കവലകളിലും അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്നത് തന്റെ വൈകല്യം പൊതുപ്രവർത്തനത്തിന് തടസ്സമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. പിന്നെ ആലായം റഷീദ് കേട്ടോ, 2.5 വയസ്സിൽ പോളിയോ ബാധിച്ചതിനെ തുടർന്ന് നടക്കാൻ പ്രയാസം നേരിട്ട വ്യക്തിയാണ് കോട്ടോപ്പാടം ഭീമനാട്ടുകാരനായ അസീസ്. എന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് അദ്ദേഹം നേടി. പഠിത്തത്തിൽ മാത്രമല്ല കലാകായിക മത്സരങ്ങളിലും ഉന്നത നിലവാരം പുലർത്തിയ അദ്ദേഹം അധ്യാപകൻ എന്നതിലുപരി സാഹിത്യകാരൻ, കവി, ഗായകൻ, സംഘാടകൻ, സർവീസ് സംഘടനാ നേതാവ്, അഭിനേതാവ്, ഷോർട്ട് ഫിലിം തിരക്കഥാകൃത്തും സംവിധായകനും പ്രഭാഷകൻ എന്നീ നിലകളിലും കഴിവ് തെളിയിച്ചു. LLB സിനിമയിൽ പത്രപ്രവർത്തകനായും വേഷമിട്ടിട്ടുണ്ട്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ 17ഓളം സ്കൂളുകളിൽ സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ച അസീസ് വിശ്രമ ജീവിതം നയിക്കുന്നതിനിടയിലും പൊതുരംഗത്ത് സജീവമാകാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ജനപ്രതി ആകാൻ ആഗ്രഹിച്ചു വന്നതല്ല. ഞാൻ അന്ന് ആദ്യം തൊട്ടേ പൊതുപ്രവർത്തനമാണ്. പിന്നെ ഒരു പരിമിതി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടു നിൽക്കാറില്ല. അതിപ്പോൾ ജയേന്ദ്ര മാഷ്കൊക്കെ അറിയാം, വളരെ സജീവമായിട്ട് തന്നെ സംഘടനാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ആദ്യം തൊട്ടേ ഉണ്ട്. എല്ലാ രംഗത്തും, പിന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തുണ്ട്, പിന്നെ അതുപോലെ തന്നെ കാരുണ്യ രംഗത്തൊക്കെ പ്രവർത്തിച്ച അനുഭവം ഇഷ്ടംപോലെ ഉണ്ട്. അത് പിന്നെ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡൻഷിപ്പ് ഏറ്റെടുക്കണമെന്ന് എൻ്റെ പാർട്ടി നിർദ്ദേശിച്ചപ്പോൾ പാർട്ടി നിർദ്ദേശിച്ചപ്പോൾ അത് ഏറ്റെടുത്തു എന്നുള്ളൂ. ഈ വർഷത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് അദ്ദേഹം ഗുരുശ്രേഷ്ഠ അവാർഡ് നേടിയിരുന്നു. വിദ്യാർത്ഥികാലം മുതൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം നിലവിൽ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാണ്. ഡിവിഷനിൽ ഒരുപാട് അത്തരത്തിലുള്ള ആളുകളെ കുറേ ഉണ്ട്.
അപ്പോൾ അവർക്ക് സർക്കാർ തലത്തിലോ ഏജൻസി തലത്തിലോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തലത്തിലൊക്കെ സംവിധാനങ്ങളുണ്ടെങ്കിലും അവരൊന്നുകൂടി അവരെ ഏതൊക്കെ രീതിയിലാണ് അവരെ മെച്ചപ്പെടുത്താൻ കഴിയുക, അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ ആണ് എന്ന് പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിൽ കുറേ ആശയങ്ങളുണ്ട്. അത് നിർബന്ധമായിട്ടും അത്തരം ആളുകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കും. പൊതുരംഗത്ത് ഇറങ്ങുമ്പോൾ ജനങ്ങളാണ് എൻ്റെ ശക്തി. അത് ഇഷ്ടം പോലെ നമ്മളെ സുഹൃത്തുക്കളായിട്ടും അതുപോലെ തന്നെ ബന്ധങ്ങളായിട്ടും അധ്യാപന രംഗത്തും കുട്ടികൾ, ഞാൻ പഠിപ്പിച്ച ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. ഏകദേശം 19 സ്കൂളിലും 2 BRCയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ കുട്ടികൾ രക്ഷിതാക്കളുമായിട്ടും അതുപോലെ തന്നെ പൊതുപ്രവർത്തക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് പ്രീത ടീച്ചർ, അതുപോലെ തന്നെ അബ്ദുള്ള, ഇവിടെ ഈ വാർഡിലെ വികസന വിപ്ലവം സൃഷ്ടിച്ച ആളാണ് പ്രിയപ്പെട്ട അബ്ദുള്ള. ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ ഈ ഞാൻ രാഷ്ട്രീയത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇവരട്ടൊക്കെ നല്ല ബന്ധം നിൽക്കരുത്. അവർ സമൂഹത്തിൽ അവർ മുന്നിട്ട് ഇറങ്ങണം. അവർ എന്തെങ്കിലും പരിമിതി ഉണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൽ ഒരു അർത്ഥമല്ല. കാരണം സമൂഹം അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ലല്ലോ, നമുക്ക് രംഗത്ത് ധൈര്യമായിട്ട് വരാം. ഉള്ള കാര്യങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. അത്തരം നിരവധി ആളുകളുണ്ട്. ഏകദേശം 12,000-ഓളം വോട്ടർമാരുള്ള തിരുവിഴാംകുന്ന് ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന അസീസ് ഭീമനാടിന് ശക്തമായ മത്സരമാണ് നേരിടേണ്ടി വരുന്നത്. LDF സ്ഥാനാർത്ഥിയായ സുഭാഷ് ചന്ദ്രൻ, BJPയിലെ ജോസ്, വെൽഫെയർ പാർട്ടിയിലെ അലവിക്കുട്ടി, ജനകീയ മതേതര മുന്നണിയുടെ ഷാനിഫ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷവും ജനങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായി മുന്നോട്ടുള്ള ജീവിതം മാറ്റിവെച്ച അസീസ് താൻ വിജയിച്ചാൽ ഡിവിഷനിലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഉറപ്പു നൽകി. വ്യത്യസ്തമായ 5 വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടിയ വെട്ടത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോട്ടണി അധ്യാപികയായ ഷാഹിദയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. CCN ചത്തല്ലൂർ. മലബാർ സൗഹൃദ വേദിയുടെയും മാരായമംഗലം ഫീനിക്സ് ഹിന്ദി പഠന കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സാമൂഹ്യ ചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ M കുഞ്ഞാമന്റെ 2ാം ഓർമ്മദിനം ആചരിച്ചു. ബിജുമോൻ പന്തിരിക്കുലം മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ M കുഞ്ഞാമൻ അവഗണിക്കപ്പെട്ടവരുടെ പ്രതീക്ഷയായിരുന്നുവെന്ന് ബിജുമോൻ പന്തിരിക്കുലം പറഞ്ഞു. അനുസ്മരണ സമ്മേളനം അടയ്ക്കാപ്പുത്തൂർ PTB സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ മോഴിക്കുന്നൻ ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ K അജിത് മാരായമംഗലം, ഗോപൻ എഴക്കാട്, ഷീബ അജിത്, ലസിത, റഷീദ, അഭിനവ് എന്നിവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കഴിഞ്ഞ ദിവസം കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. CCN കടമ്പഴിപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെല്ലായിൽ CPM മുൻ പാർട്ടി അംഗങ്ങൾ പാർട്ടി വിട്ടു. മുൻ ഏരിയ കമ്മിറ്റി അംഗം വിജയൻ ചന്ദ്രത്തോടി ഉൾപ്പെടെ 3 പേരാണ് പാർട്ടി ബന്ധം അവസാനിപ്പിക്കുന്നതായി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ഇവർ പറയുന്നു. പാലക്കാട് ജില്ലാ കലോത്സവത്തിന്റെ 2ാം ദിനം വേദികളെ ഇളക്കിമറിച്ച് നൃത്ത ഇനങ്ങളും ഗോത്രകലകളും വട്ടപ്പാട്ട് മത്സരവും നിറഞ്ഞ വേദിയിൽ നടന്നു. കച്ചനാട്ടുകര പഞ്ചായത്തിലെ 7ാം വാർഡായ കുണ്ടൂർക്കുന്ന് വാർഡിൽ നിന്നും 6ാം തവണയും ജനവിധി തേടാൻ ഒരുങ്ങി LDF സ്ഥാനാർത്ഥി AK വിനോദ്. ഇത്തവണയും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. പ്രദേശത്തെ ജനങ്ങളുടെ നിർബന്ധമാണ് പതിവായി മത്സരരംഗത്തേക്ക് വരാൻ കാരണമെന്ന് AK വിനോദ് പറയുന്നു.
74ാമത് പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് VSS ഗുരുകുലം. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ സംഘനൃത്തത്തിൽ 1ാം സ്ഥാനം നേടിയാണ് ഗുരുകുലം സ്കൂൾ ആധിപത്യം ഉറപ്പിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.